സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ തിബേരിയോസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണിത്. തിബേരിയോസ് കടൽ തീരത്ത് അത്ഭുതകരമായ മീൻപിടുത്തം നടക്കുകയാണ്. ആ മീൻപിടുത്തത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്കായി പ്രാതൽ ഒരുക്കുന്നു. പ്രാതൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ഈ സംഭവം നടക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഈശോയുടെ ഉയിർപ്പിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടലാണിത്. ഈശോയാണ് പ്രാതൽ ഒരുക്കുന്നത്. പ്രാതൽ ഒരുക്കിയതിന് ശേഷം അതിപ്രധാനമായ ഒരു ചോദ്യം ഈശോ ശമയോൻ പത്രോസിനോട് ചോദിക്കുകയാണ്. ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് പത്രോസ് അജപാലകൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നോക്കുക, വിശുദ്ധ ബൈബിൾ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് നോക്കുക. പ്രാതൽ ഒരുക്കിയതിന് ശേഷം, പ്രാതൽ ഭക്ഷിച്ചതിന് ശേഷമാണ് ഈ അതിപ്രധാനമായ ചോദ്യം ചോദിക്കുന്നത്. ഈശോയും എത്ര പ്രാധാന്യത്തോടെയാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നായ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കുന്ന ഭക്ഷണശേഷമാണ്. അവൻ അത്താഴത്തിന് ശേഷം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് പോലും ബൈബിൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ അതിഥികളെ പോലും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഉചിതമായ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ധ്യാനിക്കണം. ഒരു വൈദികൻ സങ്കടത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. 60 കിലോമീറ്റർ അകലെ അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് പോയി. അവിടെ പോയി ഈ വിവാഹമൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് പോരേണ്ടി വന്നു. അദ്ദേഹം പക്ഷെ നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിനായി യാതൊരു ഭക്ഷണ സംവിധാനം ഒരുക്കിയിരുന്നില്ല. വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം തിരിച്ചു പോന്നു. 7 കിലോമീറ്റർ അകലെയാണത്രേ ഭക്ഷണത്തിനായിട്ടുള്ള ഒരുക്കങ്ങളും അതിൻ്റെ ഹോളെല്ലാം ഉള്ളത്. ഓർക്കുക, നമ്മൾ ഈ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മുടെ ആത്മീയതയോട് ചേർന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ ശമയോനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ശമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ പുത്രനായ ശമയോനെ എന്നാണ് വിവരിക്കുന്നത്. ഈ ചോദ്യത്തിൽ ആദ്യ ഭാഗം അത് തന്നെയാണ്. പിതാവിനോട് ചേർന്ന്, പൂർവിക പാരമ്പര്യത്തോട് ചേർന്നിട്ടാണ് ശമയോനെ ഈശോ സംബോധന ചെയ്യുന്നത്. അർത്ഥം, നമ്മൾ നടന്നു വന്ന വഴികളൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കിട്ടിയ പരിശീലനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഉറവിടങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മെ ആരൊക്കെ പരിശീലിപ്പിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഏതു തരത്തിലുള്ള പരിശീലനങ്ങളാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത് എന്ന് ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. നമ്മുടെ മതബോധന ക്ലാസ്സുകളിലൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതും ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. ഒരു രൂപതയുടെ അധ്യക്ഷൻ വ്യാകുലചിത്തമായ മനസ്സോടുകൂടെ തൻ്റെ അജഗണങ്ങളോട് പറയുകയാണ്. അതേ ഇടയ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. എല്ലാ ആഴ്ചയും അവസാനം ശനിയാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ മതബോധന മണിക്കൂറായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ നല്ലപോലെ അടിയുറപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന വിശ്വാസ പരിശീലന പദ്ധതികൾ പോലും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ജാഗ്രതയോടെ നാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വിശ്വാസ പരിശീലനം കൊടുക്കേണ്ട കാലഘട്ടം കൂടിയാണിത്. യോന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവെന്നാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കാരുണ്യം കാണിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ്. ഏതാണെങ്കിലും ഈ മനുഷ്യൻ്റെ നിഷ്കളങ്കതയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. പ്രാവ് പോലെ നിഷ്കളങ്കമായ മനസ്സുള്ളവനായിരുന്നു ശമയോൻ പത്രോസ്. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴുമൊക്കെ പടപടപ്പുള്ള സ്വഭാവത്തോടെ പെരുമാറിയിരുന്നു. ആലോചിക്കാതെ പലതും പറഞ്ഞിരുന്നു, പ്രവർത്തിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് അനുതപിച്ചു വരുന്ന മനസ്സുള്ളയാളായിരുന്നു. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നുപോയ പ്രാവിനെ പോലെ തിരിച്ച്
ആ ഉറവിടങ്ങളിലേക്ക്, സങ്കേതങ്ങളിലേക്ക് എത്തുന്ന മനസ്ഥിതിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടും ഈശോ നോക്കിയപ്പോൾ അഗാധമായി പശ്ചാത്തപിച്ച് കരഞ്ഞു, ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ പറയുന്നത് കരഞ്ഞു കരഞ്ഞ് പത്രോസിൻ്റെ കവിൾത്തടത്തിലൂടെ ഒരു ചാല് തന്നെ, ഒരു പാട് തന്നെ വീണിരുന്നു എന്നാണ്, ആ കരച്ചിലിൻ്റെ തീവ്രതയിൽ. അപ്പോൾ അത്രമാത്രം ഈശോയുടെ ഹൃദയബന്ധം പുലർത്തിയിരുന്ന മനുഷ്യനായിരുന്നു. മുങ്ങാൻ പോയപ്പോൾ കടലിൽ ഈശോ നടന്നു വരുന്ന കണ്ടപ്പോൾ ചാടി പുറപ്പെട്ടു. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടക്കുന്ന പോലെ ആയിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ആരും സഹായിക്കാനില്ലോ. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് പോലെ പിച്ച വെച്ച് നടന്നു വരുന്ന കുഞ്ഞ് ആരും തന്നെ പിടിക്കാനില്ല എന്നറിയുമ്പോൾ താഴേക്കിരിക്കുന്നത് പോലെ പത്രോസ്ലിയായും പേടിച്ചിട്ട് ഈ കടലിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ സ്നേഹബുദ്ധിയായാണ് ഈശോ അല്പവിശ്വാസി എന്ന് പറഞ്ഞ് പത്രോസിൻ്റെ കൈക്ക് പിടിച്ച് ഉയർത്തുന്നത്. രൂപാന്തരീകരണ സമയത്ത് പത്രോസ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് സുവിശേഷകന്മാർ എഴുതുന്നത് അവൻ എന്താണ് പറയുന്നതെന്ന് അവന് പോലും നിശ്ചയമില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മനസ്സുള്ള ആളാണ്. പക്ഷേ നിഷ്കളങ്കമായ ആത്മാർത്ഥത നിറഞ്ഞ മനസ്സുള്ള ആളുകൂടിയായിരുന്നു പത്രോസ്. അതുകൊണ്ടാണ് പത്രോസിനെ ഈശോ അജപാലകനാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ചിന്ത ഇതാണ്. നമ്മുടെ അപ്പോയിൻമെൻറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാർത്ഥതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷനാണ്, നമ്മുടെ ദർശനങ്ങളാണ്. എന്തുമാത്രം ക്രിസ്തുവിനോട് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സഭയോട് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു നല്ല കാര്യപ്രാപ്തിയുള്ള ആളാണ്, നല്ല ഭരണനിർവഹണ സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ച് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാക്കി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവേദിയിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: സഭ ശാസ്ത്രവിരുദ്ധമാണത്രേ. നോക്കുക, സഭയോട്, ഈശോയോട് ആത്മാർത്ഥതയുള്ള ആളുകൾ നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തെത്തണം എന്നുള്ളത് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തോട് നമ്മൾ ഓർക്കുക, ശാസ്ത്രത്തിന് ക്രൈസ്തവ സഭയോട് സംഭാവന ചെയ്ത വേറെ ഏത് മതമാണുള്ളത്, ഏത് സംസ്കാരമാണുള്ളത്? കലയും ശാസ്ത്രവും സാഹിത്യവുമെല്ലാം സഭയിലൂടെ വളർന്നതുപോലെ, ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വളർന്നതുപോലെ വേറെ ഒരു സ്ഥലത്തിലൂടെയും വളർന്നിട്ടില്ലല്ലോ. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ പോലും ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചു വെച്ച ചിത്രങ്ങളാണല്ലോ ഉള്ളത്. സഭയുടെ കേന്ദ്രത്തിൽ മുമ്പിൽ അവിടെ ഉള്ള പ്രതിമകളിൽ പലതും, രൂപങ്ങളിൽ പലതും ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ശില്പി മൈക്കൽ ആഞ്ചലോ പണിതു വെച്ചതാണല്ലോ. ഏത് പ്രസ്ഥാനത്തിനാണ്, ഏത് മതത്തിനാണ്, ഏത് സംസ്കൃതിക്കാണ്, ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് ഇതുപോലെ ഒരു അവകാശം ഉന്നയിക്കാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ശാസ്ത്രത്തെയും കലയെയും സാഹിത്യത്തെയും സഭ വളർത്തിയതുപോലെ മറ്റാരും വളർന്നു. 100ഓളമുണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉൾപ്പെടെയുള്ളവർ തന്നെ മഹാന്മാരായ ശാസ്ത്രജ്ഞരായിട്ട്. അത് ഗ്രിഗർ മെൻഡൽ ഉൾപ്പെടെ, ജോർജ് ലെമിത്രി ഉൾപ്പെടെ, ബിഗ് ബാങ് തിയറി പോലും അവതരിപ്പിച്ച ജോർജ് ലെമിത്രി ഇറ്റാലിയൻ കത്തോലിക്ക അച്ഛനാണെന്ന് പോലും പലർക്കും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ആ തരത്തിൽ സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ആത്മാർത്ഥതയുള്ള മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർപ്പെടുന്നു. ഈ അടുത്ത കാലത്താണല്ലോ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദി പറഞ്ഞത്, ഈ ലോകം അഭിമുഖീകരിക്കുന്ന, ഒരുപക്ഷെ യൂറോപ്പ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, ഭീഷണി ക്രൈസ്തവ സംസ്കാരം ദുർബലമാകുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഈസ് ദ മോസ്റ്റ് റാഷണൽ ആൻഡ് നോബിൾ റിലീജിയൻ. നോക്കുക, ഒരു യുക്തിവാദി ഈ കാലഘട്ടത്തോട് കൊടുത്ത ഏറ്റവും വലിയ സാക്ഷ്യമാണ്. നമ്മൾ ഈശോയോട് കൂടുതൽ ആത്മാർത്ഥതയുള്ളവരായിട്ട്, സ്നേഹമുള്ളവരായിട്ട് വളരാൻ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഒരു വൈദികൻ്റെ ആത്മരോദനവും കൂടെ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയാണ്, DYFIക്കാർക്ക് ചെഗുവേരയോടുള്ള ഒരു സ്നേഹമെങ്കിലും നമ്മുടെ കർത്താവിനോട് നമ്മുടെ യുവജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെക്കാൾ അധികമായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാക്കുന്നു ഈ സുവിശേഷ ഭാഗം.